പ്രിയമുള്ള പ്രേക്ഷകരെ, നമസ്തേ. നാം ഇവിടെ ഒരു പുത്തൻ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 1200 കർക്കിടക മാസം 31-ാം തീയതി സമാപിക്കുകയാണ്. ഒരു പുതുവർഷം 1201 പിറക്കാൻ പോകുകയാണ്. 1201 ചിങ്ങമാസം ഇതാ ആരംഭിക്കുകയാണ്. 1201 ചിങ്ങമാസം 1-ാം തീയതി, 2025 ഓഗസ്റ്റ് മാസം 17-ാം തീയതി കാലത്ത് 1:45 സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ചിങ്ങം രാശിയിൽ സൂര്യൻ പ്രവേശിക്കുന്ന ഒരു വർഷക്കാലം എപ്രകാരമായിരിക്കും ശുഭാശുഭങ്ങൾ എന്നാണ് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത്. മലയാളികൾക്ക് ഉത്സവത്തിൻ്റെ ആരംഭങ്ങളാണ്. ചിങ്ങമാസത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട്. ശ്രീനാരായണ ഗുരു ജയന്തി, ചട്ടമ്പിസ്വാമി ജയന്തി, വിനായക ചതുർത്ഥി, തിരുവോണം, അഷ്ടമി രോഹിണി, ശ്രീകൃഷ്ണ ജയന്തി, ഇതൊക്കെ തന്നെ സംഭവിക്കുന്ന വിശേഷപ്പെട്ട മാസമാകുന്നു ചിങ്ങമാസം. ചിങ്ങമാസം കേരള സർക്കാർ കൃഷിദിനമായി ആചരിക്കുന്നു. ചിങ്ങം 1-ാം തീയതി ചിങ്ങമാസത്തിലുണ്ടാകുന്ന കൃഷി, ചിങ്ങമാസത്തിൽ കാർഷികമായി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുമാണ് മേടമാസമാകുമ്പോഴേക്കും അത് ഫലപൂർണ്ണതയിലേക്ക് എത്തുന്നത്. അതിനാൽ കർക്കിടകത്തിൻ്റെ ആ വറുതി കഴിഞ്ഞ് ചിങ്ങമാസത്തിലേക്കുള്ള പ്രവേശനം എല്ലാവർക്കും സന്തോഷം പകരുന്ന ദിനങ്ങളാണ്. ഈ വർഷം ഞാൻ സൂചിപ്പിച്ചു, ചിങ്ങമാസം 1-ാം തീയതി കാലത്ത് 1:45 രോഹിണി നക്ഷത്രത്തിലാണ് ചിങ്ങരവി സംക്രമം. ഇവിടെ ഈ ചിങ്ങമാസം പിറക്കുന്ന വേളയിൽ ഒരു ഗ്രഹത്തിനും മൗഢ്യമില്ല. ശനി വക്രിയായി ശക്തനായി മീനൻ രാശിയിൽ നിൽക്കുന്നുണ്ട്. വക്രിയായ ശനി വളരെ നല്ല ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ്. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ഈ ഒരു വർഷക്കാലം എപ്രകാരമായിരിക്കും മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലമെന്ന വിഷയം. നിങ്ങൾ ശ്രദ്ധിക്കുക, ആദിത്യൻ്റെ ഈ ചിങ്ങമാസത്തിലേക്കുള്ള പ്രയാണം ഒരു വ്യക്തിയുടെ ആത്മപ്രഭാവത്തിന്, ആ വ്യക്തിത്വത്തിന് നന്മകൾ പ്രദാനം ചെയ്യുന്ന ദിനങ്ങളാണ്. സിംഹേ വിംശതിരാദിത ചിങ്ങമാസം 20-ാം തീയതി വരെ സൂര്യൻ മൂലക്ഷേത്ര ബലവാനാകുന്നു. നമുക്ക് സവിസ്തരം ചിന്തിക്കാം ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ. ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക തിരുവോണം, അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. മകരൻ രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളിലെ 2-ാം ഭാവത്തിൽ രാഹു, 3-ൽ ശനി, 5-ൽ ചന്ദ്രൻ, 6-ാം ഭാവത്തിൽ ഗുരു ശുക്രന്മാർ, 7-ാം ഭാവത്തിൽ ബുധൻ, അഷ്ടമത്തിൽ സൂര്യൻ, കേതു, 9-ാം ഭാവത്തിൽ ചൊവ്വ. ഇവിടെ മകരൻ രാശിക്കാർക്ക് കഴിഞ്ഞ ഒരു മാസക്കാലം, കർക്കിടക മാസക്കാലം 7-ൽ സൂര്യനായിരുന്നു. യാത്ര മുടക്കിയ അല്ലെങ്കിൽ വൈവാഹിക ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കിയ ആ സൂര്യൻ ചിങ്ങൻ രാശിയിലേക്ക് വന്നു. സൂര്യൻ സ്വന്തം ക്ഷേത്രത്തിൽ മൂലക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അതിനാൽ അഷ്ടമഭാവത്തിലാണെങ്കിലും സൂര്യൻ ബലവാനാണ്. ബലവാനായ പാപഗ്രഹം 8-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഋണവിമോചനം ഉച്ഛൃതിമാത്മനഘ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. തനിക്ക് ഉയർച്ചയുണ്ടാകുന്നു, തൻ്റെ കടങ്ങളൊക്കെ തീരുന്നു, ഋണത്തിൽ നിന്ന് മോചിതനാകുന്നു. കലഹകൃത്യ നിവൃത്തി മുബേദി സഹ, പല കലഹത്തിൽ നിന്നും നിവൃത്തി ലഭിക്കുന്നു. മഹിഷ പശ്വജ ഭൃത്യജനാഗമം, പുതിയ ഭൃത്യന്മാർ വരും, നാൽക്കാലികളുണ്ടാകും. പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി തുടങ്ങിയ ദേവാലയങ്ങൾ, നഗരസഭ, ട്രസ്റ്റ് ഇങ്ങനെയുള്ള പദവികൾ ഒന്നും തന്നെ ഇപ്പോൾ ലഭിക്കുകയാണെങ്കിൽ സ്വീകരിക്കാതിരിക്കുന്നത് നല്ലത്. ഉള്ളവർ ആ പദവിയെ വളരെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പല രീതിയിലുള്ള അപവാദങ്ങളും കേസുകളും ഒക്കെ വരും, പോലീസ് കേസും ഒക്കെ വരും. അതിനാൽ അത് ശ്രദ്ധിക്കുക. 5-ാം ഭാവത്തിൽ ചന്ദ്രൻ വരുമ്പോൾ ഇവിടെ ഗർഭധാരണത്തിന് അനുകൂലമായ സമയമാണ് യുവതികൾക്ക്. അപ്രകാരം തന്നെ വിവാഹ തീരുമാനത്തിന് നല്ല സമയമാണ്. ഇവിടെ 7-ാം ഭാവത്ത് ഭാഗ്യാധിപനായ ബുധൻ നിൽക്കുന്നു. അത് വിവാഹ പ്രക്രിയയ്ക്ക് വളരെ അനുകൂലമാണ്. ലഗ്നാൽ പുത്രകളത്രഭേ ശുഭവതി പ്രാപ്തേതവ ആലോകിതേ, ശുഭവതി ഭാഗ്യാധിപൻ 7-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ വിവാഹ വിഷയത്തിന് വളരെ അനുകൂലമാണ്. 5-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു, അത് സന്താന വിഷയത്തിന് വളരെ അനുകൂലമാണ്. എങ്കിലും നല്ല പ്രബലമായ ശത്രുക്കളുണ്ടാകും. 6-ൽ ശുക്രനാണ്. സദാ ദാനവജ്ഞേ സുധാസിക്ത ശത്രു,
അമൃതിൽ കുളിച്ച ശത്രു ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനാവശ്യമായ ചെലവുകളൊക്കെ വരും. പൂജ്യസൗഖ്യം ന ദത്തേ എന്നൊരു പ്രത്യേകിച്ച് ഫലം പറഞ്ഞിരിക്കുന്നു. ആദരിക്കേണ്ടവർ, താൻ പൂജിക്കേണ്ട വ്യക്തികളെ, ഗുരുനാഥന്മാർ അല്ലെങ്കിൽ തന്നെ പാരൻസ്, ഇവരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. 3-ൽ ശനിയും 7-ൽ ചൊവ്വയുമാണ്. ശാരീരികമായി ക്ഷതങ്ങൾ വരും. കൈകൾക്കും പാദങ്ങൾക്കും ഗ്യാസ് കൊണ്ട് പൊള്ളുക, അല്ലെങ്കിൽ പാദങ്ങളിൽ ഘനമുള്ള വല്ല വസ്തുക്കളും വന്ന് ബുദ്ധിമുട്ടിപ്പിക്കുക. പ്രത്യേകിച്ച് വളരെയധികം ചെവിസംബന്ധമായ രോഗങ്ങളെ ശ്രദ്ധിക്കണം. കർണരോഗത്തെ ശ്രദ്ധിക്കണം. കാരണം 3-ലും 9-ലും പാപഗ്രഹങ്ങളാണ്. അതിനുമപ്പുറം കർണങ്ങളെ ശ്രദ്ധിക്കേണ്ടുന്ന വ്യാഴം വളരെ ദുർബലമായാണ് 6-ൽ നിൽക്കുന്നത്. ശാരീരിക വിഷയങ്ങൾ, മേൽപ്പറഞ്ഞ വിഷയങ്ങൾ ശ്രദ്ധിക്കുക. പക്ഷേ മകരം രാശിക്കാർക്ക് സൂര്യൻ തങ്ങളുടെ കടത്തിൽ നിന്ന് മോചനം ലഭിക്കുവാനുള്ള ഒരു സമയം പ്രദാനം ചെയ്യുന്നതാണ്. ഈ വർഷം മകരം രാശിക്കാർക്ക് ഭൂമി ലാഭം, ഗൃഹനിർമ്മാണ ചിന്തകൾ ഇതെല്ലാം ആകാം. ഇപ്പോഴതിൻ്റെ പദ്ധതികൾ മുന്നോട്ട് നീങ്ങിയാണെങ്കിൽ അടുത്ത വർഷം ജൂണിൽ 2026 ജൂൺ 1-ന് വ്യാഴം 7-ാം ഭാവത്തിലേക്ക് വരും. ഇപ്പോൾ വിത്തിട്ടാൽ കൊയ്യാം ആ സമയത്തെന്ന് മനസ്സിലാക്കുക. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ മാറട്ടെ. അതിനുവേണ്ടി നല്ല നല്ല പ്രാർത്ഥനകൾ ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ വെള്ളിയാഴ്ചകൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ ചെയ്യണം, ശത്രുമുട്ട്. അപ്രകാരം തന്നെ ഗണപതിക്ക് ഒരു നാളികേരം അടിക്കണം. അതും വളരെയധികം ദോഷങ്ങൾക്ക് പരിഹാരം കാണുന്ന ഒരു നല്ല യോഗമാണ്. ഫ്രൈഡേയ്സ് ഗണപതിക്ക് നാളികേരം അടിക്കുന്ന ഒരു ചടങ്ങ്. എല്ലാവിധ ഭാവങ്ങളും നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം.